നമുക്ക് ക്യാൻഡിൽ നോക്കിയിട്ട് സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യാം. ഓക്കെ, ക്യാൻഡിലിൻ്റെ സൈസ് നോക്കിയിട്ട് നമുക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസ് എടുക്കണോ, ഔട്ട് ഓഫ് ദ മണി എടുക്കണോ, ഇൻ ദ മണി എടുക്കണോ, അറ്റ് ദ മണി എടുക്കണോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ചെയിൻ നോക്കണമെന്ന് ഇല്ല. ഓക്കെ, ഗ്രേക്സ് നോക്കണമെന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന ക്യാൻഡിൽസ്, ഇങ്ങനെ വരുന്ന അടിയിൽ വിക്കില്ലാത്ത ബുള്ളിഷ് ക്യാൻഡിൽ വരികയാണെങ്കിൽ, ഫുൾ ബോഡി ക്യാൻഡിൽ വരികയാണെങ്കിൽ നമുക്ക് മൊമൻറ്റം ക്യാൻഡിൽ എന്ന് പറയും. നമുക്ക് മൊമൻറ്റം ധൈര്യമായിട്ടും ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ, ഈ ക്യാൻഡിലൊക്കെ നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ലോസ് വരാതെ ടൈം ടേക്ക് അടിക്കാണ്ട് പ്രോഫിറ്റ് കിട്ടുന്ന ക്യാൻഡിലുകളാണ് ഇത്. മൊമൻറ്റം ക്യാൻഡിലാണ്. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും, അടിയിലും വലിയ വിക്ക് ഉണ്ടാവില്ല, നല്ല മൊമൻറ്റമായിട്ട് കുറച്ച് ഏരിയ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്നാണ്. അതുപോലെ ഇതുപോലെ വിക്കുകളുള്ളതോ ബോഡി ചെറുതാണെങ്കിലും നമുക്കവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രൈക്ക് പ്രൈസ് എടുക്കുമ്പോൾ ഇൻ ദ മണിയെ എടുക്കാവൂ. കൂടുതലും ഇങ്ങനെയുള്ള വിക്കുകൾ വരണമെങ്കിൽ ബൈ ഓപ്ഷൻ എടുക്കരുത്. സെല്ല് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇങ്ങനെ കൂടുതൽ വിക്കുകളും ക്യാൻഡിൻ്റെ സൈസ് ചെറുതുമാണെങ്കിൽ സെല്ലിങ് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം. സെല്ലിങ് പൈസ ഇല്ലാത്തവർക്ക് സ്പ്രെഡ് എടുത്തുകൊണ്ടും ചെറിയ രൂപയ്ക്ക് ചെറിയ പൈസയ്ക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തുള്ളത് ക്യാൻഡിലിൻ്റെ കുറച്ച് സൈസ് കുറവാണ്, പക്ഷേ കയറി പോകുന്നുണ്ട് അല്ലേ. സൈസ് കുറവാണ്, കയറി പോകുന്നുണ്ടെങ്കിൽ ഇൻ ദ മണിയെ എടുക്കാവൂ. ഇങ്ങനെ വിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെല്ലാണ് ചെയ്യേണ്ടത്. സ്പ്രെഡുകളൊക്കെ ചെയ്യാം. നല്ല ഇങ്ങനെ ഉള്ള വിക്കുകൾ കുറവുള്ള ക്യാൻഡിൽ വരികയാണെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് ദ മണി എടുത്താൽ മതി, പ്രോഫിറ്റ് കിട്ടും. അറ്റ് ദ മണി എടുത്താലും പ്രോഫിറ്റ് കിട്ടും. ഇൻ ദ മണി എടുക്കണമെന്നില്ല. നിങ്ങൾ പല സ്ട്രൈക്കുകൾ ചൂസ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻ ദ മണിയെക്കാട്ടിയും ഔട്ട് ഓഫ് ദ മണിയിൽ മൊമൻറ്റം ഉള്ള സമയത്ത് പ്രോഫിറ്റിൻ്റെ ശതമാനം കൂടുതലായിരിക്കും. നമ്മൾ കൂടുതൽ പൈസ കൊടുത്തുള്ള പ്രീമിയം വാങ്ങുന്നതിനേക്കാളും ഔട്ട് ഓഫ് ദ മണി അല്ലെ പ്രീമിയം കുറഞ്ഞുള്ള ഔട്ട് ഓഫ് ദ മണി എടുത്തുകൊണ്ട് നമുക്ക് ഇൻ ദ മണിയെക്കാട്ടിയും പ്രോഫിറ്റിൻ്റെ ശതമാനം കൂടുതൽ കിട്ടുന്ന സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ മണിയോ ഇൻ ദ മണിയോ എടുക്കാം. ചെറിയ ക്യാൻഡിലൊക്കെയാണ്, ചെറിയ വിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇൻ ദ മണി എടുക്കാം. കൂടുതൽ വിക്കും ക്യാൻഡിലിൻ്റെ സൈസ് ചെറുതുമാണെങ്കിൽ സെല്ലിങ് മാത്രമേ ചെയ്യാവൂ. ഓക്കെ.